പ്രീമിയം പ്രോ ട്യൂട്ടോറിയലിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. സോ ഇന്ന് നമ്മളെ പ്രീമിയം പ്രോ സീരീസിൻ്റെ ലാസ്റ്റ് ക്ലാസ് ആണ്. ഇതിൽ ഞാൻ മെയിനായിട്ട് പറയുന്നത് ഒരുപാട് പേര് കമൻറ്റ് ബോക്സ് വഴിയും ഇൻസ്റ്റാഗ്രാം വഴി ഒരുപാട് ഡൗട്ട് ചോദിച്ചിരുന്നു. അപ്പോൾ അതിനുള്ള റിപ്ലൈ ആണ്. അപ്പം മോസ്റ്റ് പ്രോബ്ലി നിങ്ങൾക്കിത് ഉപകാരപ്പെടും. അപ്പോൾ ഒന്ന് കണ്ടു നോക്കുക ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, ഞാൻ റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ വേറൊരു പ്രത്യേകത, ഞാനിപ്പോൾ ബാംഗ്ലൂരാണ് താമസിക്കാറ് ഒരു 1.5 വർഷമായിട്ട്. അപ്പോൾ മോസ്റ്റ് പ്രോബ്ലി ഇത് ഈ ഒരു ആഴ്ച എൻ്റെ ലാസ്റ്റ് വീക്കാണ് ഇവിടെ ബാംഗ്ലൂർ. ഞാൻ നാട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്. അപ്പോൾ ഒന്നുമില്ല, വർക്ക് ഫ്രം ഹോം, ദാറ്റ്സ് ഇറ്റ്. സോ അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒന്നും ഇല്ലാതെ ശാന്തമായിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. സോ സ്റ്റേ ട്യൂൺ. അപ്പോൾ ഇതാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അതായത് ഈസ് എങ്ങനെ സെലക്ട് ചെയ്ത് താഴോട്ട് കൊണ്ടുവരും, കീബോർഡിൽ എങ്ങനെ ക്ലിക്ക് ചെയ്യാവോ? അപ്പോൾ സാധാരണ ഞാൻ ഏകദേശം എല്ലാ കമ്പനികളും റിപ്ലൈ കൊടുക്കാറുണ്ട്. എന്നാലും ഞാനത് കാണിച്ചു തരാം എങ്ങനെ ചെയ്യാമെന്നുള്ളത്. അപ്പം തൽക്കാലം ഒരു വീഡിയോ എന്ത് ചെയ്തു, പ്രീമിയർ പ്രോയിലേക്ക് ഇമ്പോർട്ട് ചെയ്തിട്ടു, ജസ്റ്റ് വീഡിയോ. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ എന്ത് ചെയ്തു, ഒരു ഷേപ്പ് ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ഇനി ഈ ഷേപ്പിൻ്റെ എനിക്കൊന്നുകൂടെ ഒന്ന് ഐഡിയ കിട്ടാൻ വേണ്ടി കളർ റെഡായി കൊടുത്തു. ഓക്കെ, അപ്പം ഇതിനെ ഞാൻ പൊസിഷനിൽ ഇവിടെ എഫക്ട്സ് കൺട്രോളിൽ വന്ന് ഇതിൻ്റെ പൊസിഷനിൽ കീ കൊടുത്തു. ഫസ്റ്റ് കീ ഫ്രെയിം. ഇനി ഒന്ന് പൊസിഷൻ ഇവിടേക്ക് നീക്കി. അപ്പം നിങ്ങൾക്ക് ഇവിടെ ഒന്നുകൂടെ ഈസി ആയിരിക്കും കാര്യങ്ങളെല്ലാം. ഈ ഒരു സംഭവം ഒന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നുകൂടെ ഈസി ആയിരിക്കും. അപ്പോൾ നിങ്ങളിവിടെ പ്ലസ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നുകൂടെ സൂം ചെയ്യാം അല്ലേ, ഇത് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ തൽക്കാലം ഇതിന് ഇങ്ങോട്ട് നീക്കുകയാണ്, എന്നാൽ ഞങ്ങൾക്ക് ഒന്നുകൂടെ ഈസി ആയിരിക്കും, പഠിക്കാൻ ഒന്നുകൂടെ ഈസിയാണ്. അപ്പോൾ എന്തായാലും 2 കീ ഫ്രെയിം. ഫസ്റ്റ് നമ്മൾ ഈസ് അപ്ലൈ ചെയ്യണം. കീ ഫ്രെയിമിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇവിടെ ടെമ്പറൽ ഇൻ്റർപോളേഷൻ എന്ത് ചെയ്യുക, ഒന്നില്ലെങ്കിൽ ഈസിന് ഈസ് ഔട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ബേസിയർ സെറ്റ് ചെയ്യുക. ഞാൻ തൽക്കാലം ഇവിടെ ഈസിന് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ ഗ്രാഫ് വരുന്നത്, ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഗ്രാഫൊന്നും കിട്ടില്ല. ഗ്രാഫ് വന്ന് ഇവിടെ പൊസിഷൻ്റെ ഈ ഒരു സംഭവം ഈ ഒരു ഡ്രോപ്പ് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളില്ലേ ഡ്രോപ്പ് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഗ്രാഫ് ആക്സസ് ചെയ്യാൻ പറ്റും. ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രാഫിൻ്റെ ഈ ഒരു ഹാൻഡിലും കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം ഇവിടെ വരുന്നൊരു പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾ മാക്സിമം സൂം ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ ഈസി ആയിരിക്കും കാര്യങ്ങളെല്ലാം. അല്ല അത്രയും കൺട്രോൾ ചെയ്യാൻ ഒന്നുകൂടെ ഈസി ആയിരിക്കും സൂം ചെയ്ത് കഴിഞ്ഞാൽ. അപ്പം ഇതാണ് ഞാൻ ഒന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ എന്ത് ചെയ്യുക, സ്മൂത്ത് ആയിട്ടുള്ളൊരു ആനിമേഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ മാക്സിമം സൂം ചെയ്യുക കാര്യങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സർ മൈ PC Intel Pentium Premiere Pro is not working, help. അതായത് പെൻഡിയത്തിൽ എനിക്ക് തോന്നുന്നത് അത്രയും സ്മൂത്തായിട്ടൊന്നും വർക്ക് ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല പ്രീമിയർ പ്രോ. അപ്പം ഞാൻ ഉപയോഗിക്കുന്ന ലാപ്ടോപ്പ് വരുന്നത് i7ൻ്റെ 8th ജനറേഷനാണ്. അതിന് 256 GB SSD വരുന്നുണ്ട്. ഞാൻ ഇതിനെ കുറിച്ചൊരു വീഡിയോ മുമ്പ് ഇട്ടിട്ടുണ്ട് തോന്നുന്നു. അപ്പം എനിക്ക് ഇവിടെ എൻ്റെ വീഡിയോസിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ ഈ ഒരു എഡിറ്റിംഗ് കമ്പ്യൂട്ടർ, ബെസ്റ്റ് കമ്പ്യൂട്ടർ ഫോർ വീഡിയോ എഡിറ്റിംഗ്, ഇതിൽ തന്നെ പറയുന്നുണ്ട് കറക്റ്റ് കാര്യങ്ങളെല്ലാം. അപ്പം പെൻഡിയത്തിൽ എന്തെയില്ല, അവർ അത്രയും സ്മൂത്തായിട്ട് റൺ ആയില്ല. എനിക്ക് തോന്നുന്നത് അവരുടെ മിനിമം റെക്കമെൻഡേഷൻ, പ്രീമിയം പ്രോൻ്റെ മിനിമം റെക്കമെൻഡേഷൻ i3 അല്ലെങ്കിൽ i5 ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഇവിടെ തന്നെ അവർ പറയുന്നുണ്ട്, i5 ആണ് അവർ പറയുന്നത് മിനിമം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം മിനിമം റെക്കമെൻഡ്. അപ്പോൾ ചുരുങ്ങിയത് മിനിമം Intel 6th ജനറേഷൻ CPU കിട്ടിയിരിക്കണം, അല്ലെങ്കിൽ Intel 7th ജനറേഷൻ. അപ്പം അതുകൊണ്ടാണ് പെൻഡിയത്ത് കിട്ടാത്തപ്പോൾ i3 i5 ഒക്കെ ഉപയോഗിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കറക്റ്റ് പറയുന്നുണ്ട് ഏതൊക്കെ സിസ്റ്റമാണ് ബെസ്റ്റ്. ഞാൻ ഉപയോഗിക്കുന്ന ലാപ്ടോപ്പ് എല്ലാം ഇതിൽ പറയുന്നുണ്ട്. ചന്ദ്രൻ പൊന്നാര. ഓക്കെ, എനിവേ, ഹലോ സർ, വീഡിയോ ട്രാൻസിഷനെ പറ്റി ഒരു സംശയമാണ്. ട്രാൻസിഷൻ വരുമ്പോൾ ക്രോസ് ഡിസോൾവ് ഒക്കെ വലിച്ചിടുമ്പോൾ ചെറിയൊരു എഫക്ട്സ് വരുന്നുള്ളൂ. 2 വീഡിയോക്കിടക്ക് വലിച്ചിടുമ്പോൾ ചെറിയൊരു പീസ് മാത്രമേ വരുന്നത്. വീഡിയോയുടെ ടൈം ലൈനിൽ ഫിൽ ആയി പോകുന്നു, സ്ലോ ആയി ചെയ്യാനൊന്നും പറ്റുന്നില്ല. ഓക്കെ, എന്തായാലും ഇത് ഡിലീറ്റ് ചെയ്യാം. ഇതിലേക്ക് രണ്ടാമത്തെ വീഡിയോ എന്ത് ചെയ്തു, ഡ്രാഗ് ചെയ്തിട്ടു. ഇപ്പോൾ
ഒരു കാര്യം ശ്രദ്ധിക്കുക, ഞാനിപ്പോൾ 2 വീഡിയോയും ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മാക്സിമം, അതായത് ഈ ഒരു വീഡിയോൻ്റെ ഫുൾ മാക്സിമം ലെങ്ത്താണ്. അതേപോലെ തന്നെ ഈ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ് തൊട്ടേ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യും, ഈ ഒരു ട്രാൻസിഷനെ ബാധിക്കും. കാണിച്ചു തരാം. അപ്പോൾ എഫക്ട്സിൽ വന്ന് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് രാവിലെ തന്നെ ആയതുകൊണ്ടാണ്. ഇപ്പോൾ ഇത്രകാലം ലോക്ക്ഡൗൺ ആയതുകൊണ്ട് നല്ല സുഖമായിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റിയിരുന്നു. ഇപ്പോൾ വണ്ടികളും ഇതൊക്കെ ഓടി തുടങ്ങിയുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ നിങ്ങൾക്ക് വീഡിയോ ട്രാൻസിഷനിൽ ഞാൻ തൽക്കാലം ഡിസോൾവ്, അപ്പോൾ ക്രോസ് ഡിസോൾവ്, അപ്പോൾ പറഞ്ഞവരെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അല്ല, ഇവിടെ ഒന്നും സംഭവിക്കില്ല. ക്രോസ് ഡിസോൾവ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ, ഞാനിപ്പോൾ തൽക്കാലം റൈറ്റ് ക്ലിക്ക് ചെയ്ത് ക്ലിയർ ചെയ്തു. കാരണം ഇവിടെ നമ്മൾ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ് എൻഡിങ് എന്താണ് കറക്റ്റാണ് ഡ്യൂറേഷൻ. അപ്പോൾ ഞാൻ വീഡിയോ കുറച്ച് മുമ്പേ സ്റ്റാർട്ട് ചെയ്തു, വലിച്ചിട്ടു. അതായത് നമുക്ക് ആക്ച്വലി എന്ത് വേണം, വീഡിയോസിന് ഒരു ആ കറക്റ്റ് എൻഡിങ്ങിൽ വെച്ച് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യില്ല, കിട്ടില്ല. കാരണം ഈ വീഡിയോൻ്റെ കുറച്ച് ഇങ്ങോട്ട് എന്തായിരിക്കണം, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഭാഗം കുറച്ച് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഈ വീഡിയോൻ്റെ കുറച്ച് എക്സ്റ്റെൻഡ് ആയിരിക്കണം. പക്ഷെ നമ്മളത് ഉപയോഗിക്കില്ല. ഇനി ക്രോസ് ഡിസോൾവ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് എന്ത് ചെയ്യും, അല്ലേ, ഒരു പ്രശ്നമില്ലാതെ എന്ത് ചെയ്യും. നമുക്ക് എന്ത് ചെയ്യാം, ഈ വീഡിയോ ഞാൻ തൽക്കാലം സ്കെൽറ്റ് ഫ്രെയിം സൈസ് എടുത്തു. ഓക്കെ, നമ്മൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, ക്രോസ് ഡിസോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക ഈ ഒരു കാര്യം. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ തന്നെ ടൈം ഇനിയും എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇവിടെ വീഡിയോസിൻ്റെ ടൈം എത്രയും എന്ത് ചെയ്യുക, ഇവിടെ ലെങ്ത്ത് കൂട്ടി കൊടുക്കുക, അല്ലേ, ഇതുവരെ. കാരണം നമ്മളെ വീഡിയോ, ഈ ഒരു വീഡിയോ ഇതുവരെ എന്താണ് അവൈലബിൾ ആണ്. പക്ഷെ നമ്മൾ ഈ വീഡിയോൻ്റെ ഈ ഒരു ഭാഗം തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിക്ക് സംഗതി പറഞ്ഞാൽ മനസ്സിലായിട്ടില്ല. ഈ ഒരു നമ്മൾ വീഡിയോൻ്റെ തുടക്കം തൊട്ട് എന്ത് ചെയ്ത് ഉപയോഗിക്കരുത്, കുറച്ച് മാറിയിട്ട് കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക ഉപയോഗിക്കുക. നമുക്ക് ആ തുടക്കം ഭാഗം നമുക്ക് എന്ത് ചെയ്യുക, കറക്റ്റ് ക്രോസ് ഡിസോൾവിന് എന്ത് ചെയ്യുക, ഉപയോഗിക്കാൻ പറ്റും. ആക്ച്വലി ഈ ഒരു വീഡിയോസിൻ്റെ ഈ ഒരു ബ്ലൂ വീഡിയോൻ്റെ ഈ ഒരു ഭാഗത്ത് എന്താണ്, ഇവിടെ വീഡിയോ വരുന്നുണ്ട്, പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അത് കട്ട് ചെയ്ത് ഉപയോഗിക്കാതെ വെച്ചതാണ്. പക്ഷെ അവരെന്ത് ചെയ്യും, ക്രോസ് ഡിസോൾവിന് വേണ്ടി ആ ഒരു ഭാഗം എടുത്ത് ഉപയോഗിക്കും. അപ്പോൾ ഈ കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ക്രോസ് ഡിസോൾവ് ചെയ്യുമ്പോൾ. ഇനി നെക്സ്റ്റ് വരുന്നത് പ്രോ ക്രാക്ക് ഉപയോഗിക്കുന്നതിൽ കുഴപ്പമാണോ? ക്രാക്ക് ഉപയോഗിക്കുന്നത് കുഴപ്പമാണോ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പഠിക്കുന്ന സമയത്ത് എന്തായിരുന്നു, ക്രാക്കായിരുന്നു ഉപയോഗിച്ചിരുന്നത്. കാരണം പഠിക്കാൻ വേണ്ടി. പിന്നെ എന്ത് ചെയ്തു, ഇപ്പോൾ പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യാണ്. പിന്നെ എന്താണ്, മന്ത്ലി ആണ് ഉപയോഗിക്കാറ്. എന്തെങ്കിലും വർക്ക് വരുമ്പോൾ എന്ത് ചെയ്യും, മന്ത്ലി പ്രീമിയം എടുക്കും. അപ്പം പഠിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക, ക്രാക്ക് ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ബെറ്ററും തന്നെയാണ്. നിങ്ങൾക്ക് പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റുകയാണെങ്കിൽ എന്ത് ചെയ്യുക, അത് വാങ്ങുക. അതാണ് ഏറ്റവും നല്ലത്. ഒന്നും പറയാനില്ല. കുറച്ച് ഇൻസ്റ്റാഗ്രാമിൽ വന്ന ഡൗട്ടാണ്, അതായത് തംബ്നെയിൽ സെറ്റാക്കുന്ന വീഡിയോ ഇടാമോ? പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് തംബ്നെയിൽ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന്. ഞാൻ തംബ്നെയിൽ ചെയ്യുന്നത് ഈ ഒരു ഫോട്ടോഷോപ്പിലാണ്. കാണിച്ചു തരാം. ഞാനൊരു ജസ്റ്റ് ഒരു പ്രീസെറ്റ്, ഒരു ടെംപ്ലേറ്റ് ഉണ്ടാക്കി വെച്ചതാണ്. പിന്നെ അതിൽ ഓരോ സീരീസിന് അതിൻ്റെ പിക്ചറും മാറ്റും, അതിൻ്റെ ടൈറ്റിലും മാറ്റും. ആ ഒരു രൂപത്തിലാണ് കറക്റ്റ് പൊസിഷനിൽ എന്ത് ചെയ്യും, നമുക്ക് ഇതാണ് ആ ഒരു ടെംപ്ലേറ്റ് വരുന്നത്, അല്ലേ. ഈ ഒരു സംഭവമാണ്. അപ്പം കുറച്ച് ഗൈഡ് ലൈനൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് ഉണ്ടാക്കിയതാണ്. ഞാൻ സാധാരണ പെക്സൽസിലേക്ക് വരും. ഇപ്പം ഈ ഇമേജ് എടുക്കാൻ വേണ്ടി പെക്സൽസിൽ വന്നിട്ട് എന്ത് ചെയ്യും, ഇപ്പം എപ്പോഴും ഞാൻ ഉപയോഗിക്കുക നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള, കാരണം നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഇമേജസ് ആയിരിക്കും മാക്സിമം ഉപയോഗിക്കുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു എഡിറ്റ് ചെയ്ത് കാണിക്കുക എന്നുണ്ടെങ്കിൽ ഇതെന്ത് ചെയ്യും, തൽക്കാലം ഒന്ന് കോപ്പി ചെയ്യും, ഇവിടെ എന്ത് ചെയ്യും, ഇവിടെ പേസ്റ്റ് ചെയ്യും, സൈസ് ഒന്ന് കൂട്ടി കൊടുക്കും. ഇത് തന്നെയാണ് എന്ത് ചെയ്യുന്നത്. ഇനി എന്ത് ചെയ്യാൻ, തൽക്കാലം ഇവിടെ ഈ ഒരു സംഭവം എന്ത് ചെയ്യും, ഞാനിവിടെ ഫോണ്ട് ഉപയോഗിക്കുന്നത് ഉറൂബ് പറഞ്ഞ ഫോണ്ടാണ്. ഇത് ഓപ്പൺ മലയാളം ഫോണ്ടുകളിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മലയാളം ഓപ്പൺ ഫോണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇവിടെ SMCയിൽ വന്നു കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇവിടെ ഇതാ മഞ്ചരി ഫോണ്ട്
ഫോൺസ്. ഇതിൽ ഈ ഉറൂബാണ് എൻ്റെ ഈ ഒരു ഫോണ്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ഇതിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഇവിടെ വരുന്നുണ്ട്. നമ്മളെ ഷാങ്ഞ, ടാറ്റ, മലയാളത്തിലുള്ള ഏകദേശം എല്ലാ സംഭവങ്ങളും ഉണ്ടാ, അതൊക്കെ ആയിരുന്നു മെയിൻ പ്രശ്നം ഫോണ്ടിന് വരുന്നത്. മലയാളം ഉണ്ടാ എന്നുള്ള അക്ഷരം കിട്ടില്ല. എല്ലാം ഇതിൽ അവൈലബിൾ ആണ്. പിന്നെ പിന്നെ ഞാൻ എന്ത് ചെയ്യും, ഇവിടെ ഇങ്ങനെ ഓരോരോ മാസ്റ്റർ ക്ലാസ്സിൻ്റെ, അപ്പം ഈ നെക്സ്റ്റ് 27th ആയിരിക്കും, മാറ്റി കൊടുക്കും. ഇതാണ് തംബ്നെയിൽ ഉപയോഗിക്കുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് ഇതിൽ തന്നെ കളർ ഗ്രേഡിങ് പ്രീസെറ്റ് ഉണ്ടോ? കളർ ഗ്രേഡിങ് പ്രീസെറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇവിടെ നിങ്ങൾ യൂട്യൂബിൽ വന്നു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ ഇംഗ്ലീഷ് ചാനൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, കളർ ഗ്രേഡിങ് പ്രീസെറ്റ്. ഇനി അതുപോലെ തന്നെ ഇതിൽ തന്നെ ഈ കളർ ഗ്രേഡിൽ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്, കളർ ഗ്രേഡിൻ്റെ പ്രീസെറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്, എങ്ങനെ ആക്സസ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇതിൽ തന്നെ ഈ ഒരു ചാനൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഈ ഒരു ഫ്രീ സിനിമാറ്റിക് ലുക്സ് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇവിടെ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇതിവിടെ ലുക്സ് പാക്ക് തൽക്കാലം ഞാൻ വിട്ടുപോയതാണ്, സോറി. ഇതിലെന്ത് ചെയ്യുക, എഡിറ്റ് വീഡിയോ, ഇതിലെന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാം. പിന്നെ ഒരാൾ എനിക്ക് പറഞ്ഞിരുന്നു, ഒരാൾ കമൻറ്റ് ഉണ്ടായിരുന്നു, നിങ്ങളെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പറയാൻ എനിക്ക് കൊടുക്കണം എന്നുള്ളത്. ഞാൻ വിട്ടുപോകുന്നതാണ്, സോറി. ഞാൻ ഈ വീഡിയോ ഓൾറെഡി റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് പിന്നെ വിട്ടുപോകുന്നതാണ്. എന്തായാലും ഇനിയുള്ള ലിങ്ക് ശ്രദ്ധിച്ചോളാം, ലിങ്ക് അപ്ഡേറ്റ് ചെയ്യാം. അപ്പം കളർ പ്രീസെറ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. നിങ്ങളിതിൽ നോക്കിയാൽ എനിക്ക് ലൈറ്റ് റൂമിൻ്റെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കാണാൻ പറ്റും. ഇനി ഞാൻ പുതിയത് എന്ത് ചെയ്യുക, ലൈറ്റ് റൂമും ആഡ് ചെയ്തോളാം. ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്ന കുറച്ച് ലൈറ്റ് റൂം പുതിയ പ്രീസെറ്റ് ഉണ്ട്, അത് ഞാൻ അപ്ലോഡ് ചെയ്യാം എന്തായാലും. ഇതിൽ തന്നെ പിന്നെ പറയുന്നത് സീക്വൻസ് സെറ്റ് ചെയ്ത വീഡിയോ എഡിറ്റ് ചെയ്താൽ കുഴപ്പം, സീക്വൻസ് സെറ്റ് ചെയ്യാതെ വീഡിയോ എഡിറ്റ് ചെയ്താൽ കുഴപ്പമുണ്ടോ? പ്രീമിയർ പ്രോയിൽ ഇപ്പോൾ ഞാനിപ്പോൾ നമുക്ക് ഈ സീക്വൻസ് ഡിലീറ്റ് ചെയ്തു. സീക്വൻസ് സെറ്റ് ചെയ്യാതെ, അതായത് ഒരു സീക്വൻസ് ഉണ്ടാക്കൽ നിർബന്ധമാണ്. അപ്പോൾ ഏറ്റവും നല്ലൊരു വീഡിയോ ജസ്റ്റ് ടൈംലൈനിലേക്ക് ഡ്രാഗ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അവർ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ കാണാം, നിങ്ങൾക്ക് സീക്വൻസ് ക്രിയേറ്റ് ചെയ്യും. ഈ വീഡിയോൻ്റെ കറക്റ്റ് റെസൊല്യൂഷൻ ഇതിനനുസരിച്ച് ഒരു സീക്വൻസ് അവർ ക്രിയേറ്റ് ചെയ്തോളൂ. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഇതേപോലെ എന്ത് ചെയ്യുക, ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് എല്ലാ വീഡിയോ എഡിറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് തോന്നി വീഡിയോ എന്ത് ചെയ്യണം, സീക്വൻസ് ചേഞ്ച് ചെയ്യണം, അപ്പോൾ സീക്വൻസിൽ ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് എന്ത് ചെയ്യുക, ഇവിടെ സീക്വൻസ് സെറ്റിങ്ങിൽ വന്ന് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യുക, ഇതിൽ എഡിറ്റിംഗ് കൊണ്ടുവരാവുന്നേ ഉള്ളൂ. ഇതിപ്പോൾ 4K ആണ്. അപ്പം അത് ഇവിടെ നിങ്ങൾക്ക് സീക്വൻസ് എഡിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം, കസ്റ്റമാക്കി കൊടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, ഇവിടെ ചേഞ്ച് ചെയ്യണം. അപ്പം 20:0:80 ഇതിപ്പം എന്താണ്, ഇപ്പോൾ ഫുൾ HD മാറി. ഞാൻ എന്ത് ചെയ്യേണ്ടി വരും, ഓരോ വീഡിയോയും സ്കെയിൽ ടു ഫ്രെയിം സൈസ് കൊടുത്ത് സെറ്റ് ചെയ്യേണ്ടി വരുന്നേ ഉള്ളൂ. പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇപ്പോൾ വേണമെങ്കിൽ സീക്വൻസ് ചേഞ്ച് ചെയ്യാം. ഞാൻ മാക്സിമം റിപ്ലൈ കൊടുക്കാറുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന മെസ്സേജിന് എല്ലാത്തിനും. പിന്നെ സമയമില്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ മാസത്തിൽ ഒരിക്കലോ 1-2 പ്രാവശ്യമൊക്കെ എടുത്ത് നോക്കാറ്. പിന്നെ ഇതിൽ വോയിസിൽ കുറച്ച് കാര്യം പറയുന്നുണ്ട്. വീഡിയോ ഫ്രീസ് ആൻഡ് സൂം ആയിട്ട് പോകുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം അതും ഞാൻ ഇവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് കൂടുതലാണ് ഫ്രീസ് ഫ്രെയിം ഇതിൽ കറക്റ്റ് പറയുന്നുണ്ട് എങ്ങനെ ചെയ്യാന്നുള്ളത്. എന്താണല്ലോ യൂട്യൂബിനൂടെ 2 ദിവസമായിട്ട് ഒരു പ്രശ്നം. സ്റ്റാർട്ടിങ് ഇങ്ങനെ ആയിരിക്കും, പിന്നെ അത് ഒരു 10 സെക്കൻഡ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യും, പ്ലേ ആവും. നോ ഐഡിയ വാടാവൻ. അപ്പം ഈ ഒരു വീഡിയോയിൽ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട് എങ്ങനെ ഫ്രീസ് ചെയ്യാന്നുള്ളത്. കറക്റ്റ് പറയുന്നുണ്ട് എങ്ങനെ ഫ്രീസ് ചെയ്യാന്നുള്ളത്. എന്തായാലും ഇത് വീഡിയോ ചെക്ക് ചെയ്താൽ മതി. അപ്പം ഇതൊക്കെ തന്നെയാണ് പ്രീമിയർ പ്രോയിൽ എനിക്ക് വന്ന ഡൗട്ട്സും ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ചോദിക്കുക, കമൻറ്റിൽ ചോദിക്കാം, ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കാം. അപ്പോൾ ഇതാണ് പ്രീമിയർ പ്രോൻ്റെ ഒരു മാസ്റ്റർ ക്ലാസ്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ എന്ത് ചെയ്തു, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. എനിക്ക് തോന്നുന്നത് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ 314 സബ്സ്ക്രൈബേഴ്സാണ് ഞാനിപ്പോൾ പ്രീമിയർ പ്രോൻ്റെ എൻഡിങ് ഈ ഒരു ലാസ്റ്റ് വീഡിയോ ചെയ്യുമ്പോൾ. ഏകദേശം 26ഓളം വീഡിയോ എന്ത് ചെയ്തു നമ്മൾ ചെയ്തു പ്രീമിയർ പ്രോ മാസ്റ്റർ ക്ലാസ്.
ഇത് തന്നെയായിരുന്നു ഇനിയെല്ലാം വരുന്നുണ്ട്, ഇതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടതാണ്. ലുമിയോൺ ട്യൂട്ടോറിയലെല്ലാം വരുന്നുണ്ട്. അപ്പം ഇത് തന്നെയാണ് ഞാൻ എന്ത് ചെയ്തത്, അതിനെ ആനിമേഷനിൽ പഠിപ്പിക്കുന്ന സമയത്തും ഈ ഒരു കരിക്കുലം തന്നെയായിരുന്നു ഞാൻ ഫോളോ ചെയ്തിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സീരീസ് കണ്ട് നോക്കി ഫുൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രോയിൽ ഒരു ഏകദേശം ഒരു എക്സ്പേർട്ട് ആവാം. പിന്നെ നിങ്ങളെല്ലാം ബാക്കി നിങ്ങളുടെ എക്സ്പീരിയൻസ് ആണ്, ചെയ്തെടുക്കുന്ന എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇത്രയും വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി എനിക്ക് പ്രോൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങളെല്ലാം വരുന്നുണ്ട്. ഇനിയുണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയാൻ. അത് ഞാൻ നോർമൽ ട്യൂട്ടോറിയലാക്കി എന്ത് ചെയ്യാം ഇട്ട് കൊടുക്കാം, ഇട്ട് തരാം. പിന്നെ അതുപോലെ ആഫ്റ്റർ എഫക്ട്സ് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ഉണ്ട് എന്തായാലും. അപ്പോൾ ഒരുപാട് സന്തോഷം നിങ്ങൾ ഇത്രയും 314 പേര് അവരുടെ സപ്പോർട്ട് തന്നതിന്. അപ്പോൾ ബിഗ് താങ്ക്സ്, എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അപ്പം ഇനിയും ലുക്കിംഗ് ഫോർവേഡ്. സോ ഹോപ്പ് യു എൻജോയ്. സോ സ്റ്റേ ട്യൂൺഡ്.